നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ദിവസങ്ങൾ നീണ്ട വിദേശയാത്രയ്ക്ക് ശേഷം 5 രാജ്യങ്ങൾ പിന്നിട്ട ആ ചരിത്രയാത്രയ്ക്ക് ശേഷം ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിൽ തിരിച്ചെത്തി. വിമാനമിറങ്ങിയുടൻ അദ്ദേഹം മറ്റ് തിരക്കുകളിലേക്ക് കടക്കുകയാണ്. അദ്ദേഹം ആദ്യം പോയത് മന്ത്രിസഭാ യോഗം വിളിക്കാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനാണ്. അതായത് ഇന്ന് വൈകുന്നേരം ദില്ലിയിൽ അടിയന്തര മന്ത്രിസഭാ യോഗം വിളിച്ചു ചേർത്തിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദേശ സന്ദർശനം നടത്തി മടങ്ങി വന്ന ഉടൻ തന്നെ ഇത്തരത്തിലൊരു അടിയന്തര ക്യാബിനറ്റ് വിളിക്കേണ്ട കാര്യമെന്താണ്? പശ്ചിമേഷ്യൻ സംഘർഷം അത് ശക്തമായി കൊണ്ടിരിക്കുകയാണ്. കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യുദ്ധം ഈ അടുത്ത കാലത്തൊന്നും അവസാനിക്കുന്ന സാഹചര്യമില്ല. മാത്രമല്ല, ഈ യുദ്ധം ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളെ അപകടകരമായ രീതിയിൽ ബാധിക്കാൻ പോകുന്നു. അതുകൊണ്ട് തന്നെ പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യങ്ങൾ, അതോടൊപ്പം തന്നെ ഈ സംഘർഷം കാരണം ഇന്ത്യക്ക് അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം ചർച്ച ചെയ്യാനാണ് കേന്ദ്ര മന്ത്രിസഭാ യോഗം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വിളിച്ചു ചേർക്കാൻ ഇപ്പോൾ ആലോചിക്കുന്നത്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി നടക്കുന്ന ആ മന്ത്രിസഭാ യോഗത്തിന് ശേഷവും മന്ത്രിമാരോട് തലസ്ഥാനത്ത് തുടരാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശം നൽകിയിരിക്കുന്നു. കേന്ദ്രമന്ത്രിമാരും സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാരും സംസ്ഥാനങ്ങളുടെ ചുമതലയുള്ള സഹമന്ത്രിമാരുമെല്ലാം രാജ്യതലസ്ഥാനത്ത് തുടരണമെന്നാണ് പാർട്ടി നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതായത് വിദേശ സന്ദർശനങ്ങൾക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചില സുപ്രധാന തീരുമാനങ്ങൾ എടുക്കാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണത്. 5 രാജ്യങ്ങളിൽ നടന്ന സന്ദർശനം അതൊരു ചരിത്രപരമായ വിജയമായിരുന്നു എന്നാണ് BJP അവകാശപ്പെടുന്നത്. UAE-യിൽ തുടങ്ങി ഇറ്റലിയിൽ അവസാനിച്ച ആ നയതന്ത്ര ചർച്ചകൾ, കരാറുകൾ, ഇതെല്ലാം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ മുതൽക്കൂട്ടായി മാറും. ലോകത്തിൻ്റെ മുന്നിൽ വലിയ അവസരത്തിൻ്റെ വാതായനങ്ങൾ ഇന്ത്യക്കാർക്കായി തുറന്നുകൊടുത്ത ചർച്ചകളാണ് വിദേശത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത്. പ്രതിരോധ രംഗത്തും വ്യാപാര രംഗത്തുമെല്ലാം ഒപ്പിട്ട കരാറുകൾ രാജ്യത്തിൻ്റെ ഭാവി ഭാഗധേയം നിർണ്ണയിക്കുന്നതാണ്. ഇങ്ങനെയുള്ള വളരെ തന്ത്രപ്രധാനമായ വിദേശ സന്ദർശനത്തിന് ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മന്ത്രിമാരോട് തലസ്ഥാനത്ത് തുടരാൻ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 2 കാരണങ്ങളാണ് പൊതുവെ ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം വന്നതിന് കാരണമെന്ന് ദില്ലിയിൽ വിലയിരുത്തപ്പെടുന്നുണ്ട്. അതിലൊന്ന് മറ്റൊന്നുമല്ല, ഈ പശ്ചിമേഷ്യൻ സംഘർഷം തന്നെയാണ്. പശ്ചിമേഷ്യൻ സംഘർഷം കനക്കുന്ന എല്ലാ സാഹചര്യങ്ങളുമുണ്ട്. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധന രാജ്യം ഇതുവരെയും പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. പക്ഷേ ജനപ്രിയമല്ലാത്ത പല പ്രഖ്യാപനങ്ങളും വരും ദിവസങ്ങളിൽ നടത്തേണ്ടി വരും. രാജ്യത്തിൻ്റെ എണ്ണ കമ്പനികൾ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം ഓരോ ദിവസവും സഹിക്കുകയാണ്. ഈ നഷ്ടം സഹിച്ചുകൊണ്ട് അധികകാലം മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ എണ്ണ കമ്പനികളുടെ ഇംഗിതത്തിനനുസരിച്ച് ചെറിയ തോതിലെങ്കിലും എണ്ണവില ഇനിയും വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് 2 തവണയാണ് ഇന്ധനവില വർദ്ധിപ്പിച്ചത്. ഇത് രാജ്യത്ത് വലിയ രീതിയിലുള്ള പണപ്പെരുപ്പം സൃഷ്ടിക്കുന്ന തീരുമാനമാണ്. ജനങ്ങളുടെ പ്രതിഷേധം വിളിച്ചു വരുത്തുന്ന തീരുമാനം കൂടിയാണ്. അതുകൊണ്ടാണ് ഇത്തരം തീരുമാനങ്ങൾ എടുക്കാൻ കേന്ദ്ര മന്ത്രിസഭാ യോഗം ഇപ്പോൾ ഒത്തുചേർന്നിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട സാധ്യത, നരേന്ദ്രമോദി 3ാം സർക്കാരിൻ്റെ 1ാം വാർഷികാഘോഷം വരികയാണ്. ആ വാർഷികാഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് ചില പ്രത്യേക പദ്ധതികൾ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുമുണ്ട്. ചില തീരുമാനങ്ങൾ, സുപ്രധാന തീരുമാനങ്ങൾ നരേന്ദ്രമോദി സർക്കാർ എടുത്തേക്കാമെന്ന സൂചനയുണ്ട്. ഇതിനെല്ലാമാണ് ഇപ്പോൾ ഈ മന്ത്രിസഭയുടെ അടിയന്തര യോഗം വിളിച്ചിരിക്കുന്നത്. ആ അടിയന്തര യോഗത്തിന് ശേഷം എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പാക്കാനാണ് മന്ത്രിമാരോട് തലസ്ഥാനത്ത് തുടരാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നും സൂചനയുണ്ട്. എന്തായാലും വിദേശ സന്ദർശനത്തിന് ശേഷം വലിയ രാഷ്ട്രീയ തീരുമാനങ്ങളിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. പ്രധാനപ്പെട്ട 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞ കാര്യം നമുക്കറിയാം. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞിരിക്കുന്നു. ആ തിരഞ്ഞെടുപ്പുകളെ മുന്നിൽ കണ്ടുകൊണ്ട് ചില നിയന്ത്രണങ്ങൾ നടത്തേണ്ട സാഹചര്യം ഇപ്പോൾ BJPക്കോ പ്രധാനമന്ത്രിക്കോ ഇല്ല. അതുകൊണ്ട് തന്നെ ബംഗാളിൽ നേടിയ വലിയ വിജയം, ആസാമിൽ നേടിയ തുടർഭരണം, കേരളത്തിലും തമിഴ്നാട്ടിലുമെല്ലാം ഉണ്ടാക്കിയ രാഷ്ട്രീയ മുന്നേറ്റം, ഇതെല്ലാം കൈമുതലാക്കി വീണ്ടും ഒരു 5 വർഷക്കാലത്തെ വിശാലമായ പ്ലാനും പദ്ധതിയും തയ്യാറാക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇതിൻ്റെ ഒപ്പം നിൽക്കാനാണ് അടിയന്തര മന്ത്രിസഭാ യോഗം ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദില്ലിയിൽ വിളിച്ചു
ചേർത്തിരിക്കുന്നത്. എല്ലാ മന്ത്രിമാരും അല്പസമയത്തിനുള്ളിൽ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കാനെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ വിദേശ സന്ദർശനത്തെക്കുറിച്ചുള്ള നിർണായകമായ ചില വിവരങ്ങൾ മന്ത്രിസഭയെ ധരിപ്പിക്കുമെന്നാണ് സൂചന. അതിനുശേഷം ഇന്ത്യക്കുള്ളിൽ എന്ത് തീരുമാനമുണ്ടാകുന്നു, കേന്ദ്ര സർക്കാർ എന്ത് നയമാറ്റം സ്വീകരിക്കുന്നു, ഇതെല്ലാം വളരെ പ്രധാനമാണ്. അടിയന്തര മന്ത്രിസഭായോഗം പ്രത്യേക ലോക സാഹചര്യങ്ങൾ പരിഗണിച്ചാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. നരേന്ദ്രമോദി സർക്കാരിൻ്റെ 1ാം വാർഷികാഘോഷവും ഈ മന്ത്രിസഭായോഗത്തിൻ്റെ അജണ്ടകളിലൊന്നായി മാറാനുള്ള സാധ്യതയുമുണ്ട്.